കുട്ടികളെ അങ്ങനെ സന്ധ്യ ആയിപ്പോണ്ടാ ഒരാൾ പറയുന്നത് നമുക്ക് പുറത്തൊക്കെ പോയി ചില്ല് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഓടി റെഡിയായി. അമ്പടിനെ എടുക്കാൻ നേരത്തെ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അവൻ്റെ കയ്യിൽ ബിസ്ക്കറ്റും കൊടുത്ത് നേരെ അമ്മേൻ്റെ അടുത്ത് വിട്ടു. അവിടെയാണെങ്കിൽ അച്ചുവസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ എല്ലാവരും കൂടെ നമ്മളിതാ നാദാ റോഡ് പാർക്കിലേക്ക് വന്ന് അവിടുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. യേസക്കുട്ടിയാണെങ്കിൽ ആദ്യം മൂഞ്ഞാലോടി, രണ്ടാമത് ഈ ഒരു കുലുക്കി കുലുക്കി കളിക്കുന്ന സംഭവത്തിലുണ്ടല്ലോ, അതേ ഓടി കയറിയ പിന്നെ അമ്പാടി അതിൽ നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ ഏട്ടനെ ചെറുതായിട്ട് ഇറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അമ്പാടി. അത് കഴിഞ്ഞ് പിന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെയായിരുന്നു രണ്ടാളും കൂടിയ പിന്നെ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി ഈ ഒരു ജിമ്മിൻ്റെ സംഭവത്തിലേക്ക് ഓടിപ്പാഞ്ഞ് കയറുന്നപ്പോഴത്തേക്കും മാമ എന്നെ അതിൽ കയറ്റുമെന്ന് പറഞ്ഞ് യേസക്കുട്ടി അവിടുന്ന് ബഹളം കൂട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്യുത രണ്ടാൾ പുറകെ ഓട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പാർക്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വടകര പോകാമെന്ന് കരുതി. രണ്ടാമത് നമ്മൾ കൈനാട്ടിലുള്ള രമ്യ ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ എത്തിയ പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു. അവിടെ നിന്ന് നെയ്പ്പത്തിലും ചിക്കൻ ചുക്കയും അതേപോലെ അവിടെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തു. അത് ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേക്കും പേഷ്യൻറ്റ് വന്നിട്ട് വീട്ടിൽ പോയി.